ഹായ് അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഫുള്ളായിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നാൽ പറ്റുന്ന കുറേ ക്ലിപ്പിങ്സൊക്കെ ഞാൻ എടുത്തു കേട്ടോ. അതൊന്ന് വീഡിയോ ആക്കിയിട്ടുണ്ട്, എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. അപ്പോൾ രാവിലെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് പത്തിരിയാണ് കേട്ടോ. പത്തിരിക്ക് ഉരുളൻകിഴങ്ങിൻ്റെ കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതൊക്കെ വേഗം പരിപാടികളൊക്കെ കഴിച്ച് മക്കളൊക്കെ വിളിക്കാനും സ്കൂളൊക്കെ പറഞ്ഞയക്കാനൊക്കെ ഉണ്ട്. സ്കൂളുള്ള ദിവസത്താണ് കേട്ടോ. പിന്നെ ഉരുളൻകിഴങ്ങ് സവാളയും തക്കാളിയും പാടെ ഇട്ടിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. തേങ്ങ അരക്കാതെ തന്നെ ചാറാക്കി എടുക്കുന്നതാണ്. പിന്നെ മക്കളിനൊക്കെ വിളിച്ച് മുടികെട്ടലും കഴുകലൊക്കെ കഴിഞ്ഞ് അവരെ മാറ്റി കൊടുത്ത് അവർക്ക് രണ്ടാൾക്കും ചെക്കനും പെണ്ണിനും പാടെ വാരി കൊടുക്കുകയാണ് കേട്ടോ. അവരെ സ്കൂൾക്കൊക്കെ ആക്കൽ കഴിഞ്ഞിട്ട് ഇതാ മക്കൾക്ക് രണ്ടെണ്ണത്തിനും തീരെ വെയ്യട്ടോ. കണ്ണൊക്കെ ചോന്നിച്ചിട്ട് ആകെ കണ്ണിൽ പുലർച്ചലായിട്ട് എന്തോ ഒരു മാതിരിയൊക്കെയാണ് കണ്ണൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ പിന്നെ തലത്തെ മുടി ഇരുന്നിട്ടാണോ വെച്ചിട്ട് മുടിയൊക്കെ ഒന്ന് വെട്ടാൻ പോയി. പിന്നെ മോൻക്ക് പിന്നെ തലയിൽ മുടി വന്നാൽ എപ്പോഴും ശ്വാസം മുട്ടാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആകുമ്പോഴത്തേനും തന്നെ വെട്ടലുണ്ട്. നമുക്ക് ശ്വാസം മുട്ടുള്ളതുകൊണ്ട് തന്നെ മുടിയൊന്നും അധികം വളർത്തലില്ല. സൈഡ് കട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം വെട്ടിയത്. ഇപ്രാവശ്യം മൊത്തത്തിൽ തന്നെ വെട്ടിക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടാളെയും കൂട്ടിയിട്ട് പോയിട്ടോ മുടി വെട്ടാൻ വേണ്ടിയിട്ട്. ആദ്യമൊക്കെ നല്ല കരഞ്ഞിരുന്നു മുടി വെട്ടുമ്പോൾ. ഇപ്പോൾ അങ്ങനെ കരയൊന്നുമില്ല. എന്താണ് മുടി വെട്ടിയിട്ടും കരയാതിരുന്നാലും ഓരോ സാധനങ്ങളൊക്കെ കളിപ്പാട്ടങ്ങളും മിഠായിയൊക്കെ മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കേട്ടോ ഓന് പിന്നെ പേടിയൊക്കെ മാറിയത്. ആദ്യം ഭയങ്കര പേടിയായിരുന്നു. പിന്നെ തല നനച്ച് കുളിക്കാനൊന്നും സമ്മതിക്കൂല. അവനക്ക് ഭയങ്കര പേടിയാണ് തലയ്ക്ക് വെള്ളം ഒഴിക്കണത്. നമ്മൾ കയ്യിൽ വെള്ളം എടുത്തിട്ട് തലകൊണ്ട് ഇങ്ങനെ തലമ്മ ഒഴിച്ചിട്ട് പതുക്കെ ചെയ്യണം. നമുക്ക് വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ശ്വാസം മുട്ട് കയറുള്ളൂ. അപ്പം അങ്ങനെയൊക്കെ. പിന്നെ ഓൻ്റെ കഴിഞ്ഞിട്ട് പിന്നെ മോളുടെ വെട്ടിയിട്ട മോളും വല്ലാണ്ട് കരഞ്ഞൊന്നുമില്ല. എന്നാലും അവസാന ടൈമൊക്കെ മുഖത്തേക്ക് മുടിയൊക്കെ വരാൻ തുടത്തി നോക്കുമ്പോൾ ഒന്ന് കരഞ്ഞ്. പിന്നെ ചോർക്ക് നമ്മളിന്ന് മുരിങ്ങൻ്റെ ഇലയും കയ്പ്പയ്ക്കും ആണ് കേട്ടോ വെക്കുന്നത്. മുരിങ്ങടല താളിക്കും ചെയ്യാണ്. പിന്നെ കയ്പ്പക്ക ഉപ്പേരിമാതിരി വെക്കുകയാണ് കേട്ടോ. പിന്നെ ചോറൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ചോറും കറിയും പിന്നെ മുരിങ്ങൻ്റെ ഇലയും കയ്പ്പക്കയൊക്കെ അമ്മ നേരാക്കുമ്പോൾ ഞാനിവിടെ നനച്ചുളിപ്പണി ഒരു സൈഡിൽ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ മാറാലൊക്കെ തട്ടി അടിച്ചോരുകയാണ്. പിന്നെ ബക്കറ്റിൽ സോപ്പും പൊടി ആക്കിയിട്ട് വാതിലും ജനലും പിന്നെ കട്ടലൊക്കെ ഒന്ന് തുടക്കാൻ വിചാരിച്ചു. അപ്പോൾ ആ വക പരിപാടികളൊക്കെ ചെയ്യണം കേട്ടോ. വെള്ളം അധികം ഇല്ലാത്ത കാരണം കുറേശ്ശെ വേണം വെള്ളമൊക്കെ എടുത്തിട്ട് ചെയ്യാൻ. നമുക്കിവിടെ വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 5 ദിവസം കൂടുമ്പോഴാണ് ഇവിടുത്തെ ലൈൻ പൈപ്പിൽ വെള്ളം വരുള്ളൂ. അപ്പോൾ ഓരോ ദിവസവും ഓരോ സൈഡും അപ്പോൾ അങ്ങനായിട്ട് ചെയ്യാനാണ് വിചാരിച്ചിരുന്നത്. പിന്നെ വലിയ വരുന്നില്ലെങ്കിലും നല്ല പൊടിയും മണ്ണും ഒക്കെ ഉള്ളതല്ലേ. നല്ല മുറ്റത്ത് നല്ല പൊടി മണ്ണുണ്ട്. അപ്പോൾ പൊടികളൊക്കെ നല്ല ഉണ്ടാവും. പിന്നെന്താ എല്ലാവരും വിശേഷം? ചെത്തിപ്പേരയാണെങ്കിലും നമ്മൾ അന്ന് ഇറങ്ങുകയാണെങ്കിലും അന്നത്തെ മുറ്റടിച്ചിട്ട് വേണം ഇറങ്ങാനെന്ന് ചൊല്ലുണ്ടല്ലോ. അപ്പം നമ്മൾ അതൊക്കെ വൃത്തിയാക്കണം കേട്ടോ.
ഇപ്പോൾ ഇവിടെ അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരുമ്പാൻ വേണ്ടിയിട്ട് വന്നിട്ടാ. ഈ വെള്ളമില്ലാത്ത കാരണം 2 ദിവസം കൂടുമ്പോൾ വേണം തിരുമ്പാൻ. അപ്പോൾ ഒരുപാടുണ്ടാവും തിരുമ്പാൻ. അപ്പോൾ എന്താണ് വിശക്കണുണ്ടായിരുന്നു, ചോറൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മോനും അവിടുന്ന് പൈക്കണുണ്ട് പറഞ്ഞ്. അപ്പോൾ ഞാൻ പകുതി തിരുമ്പിട്ടിട്ട് ചോറും വയ്ക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാണ്. ഇന്ന് ചോറിന് മുരിങ്ങൻ്റെ ഇലയും പിന്നെ കയ്പ്പക്കടപ്പേരിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ രണ്ടാളും പാടെ ചോറ് വാരി തിന്നു. പിന്നെ തിരുമ്പലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് മക്കളെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാനും മോനും കൂടി പോവുക. പിന്നെ മക്കളെ വിളിച്ച് വരുമ്പോൾ അവർക്ക് ഒരു ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ അവർ തിന്നാണ് കേട്ടോ. ചെക്കൻക്ക് ഐസ്ക്രീമൊന്നും കൊടുക്കാനൊന്നും പാടില്ല, എന്നാലും എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി കൊടുക്കും. തണുപ്പ് പറ്റൂല അവനക്ക്. പിന്നെ ഇതാ മോൾക്ക് പൈക്കുണ്ട് പറഞ്ഞു നോക്കുമ്പോൾ പിന്നെ രാത്രി ആയിട്ടാൽ മതി. പിന്നെ ഒരു കളിക്കാനൊക്കെ പോയി ഐസ്ക്രീം തിന്നിട്ട് പിന്നെ രാത്രിയിൽ കുളിപ്പിച്ചിട്ട് മേലെ എഴുതി കൊടുക്കൂട്ട രാത്രി. പിന്നെ ഓള് പൈക്കുണ്ട് പറഞ്ഞു നോക്കുമ്പോൾ ഓൾക്ക് ആദ്യം ചോറ് കൊടുത്തിട്ടാണ് പിന്നെ ഓൾ ഓതാനൊക്കെ പോയത് കേട്ടോ. പിന്നെ മദ്രസയിൽ പരീക്ഷ ഉണ്ട്, അതൊക്കെ ഓതൽ കഴിഞ്ഞിട്ട് പിന്നെ ഓളിരുന്ന് പഠിക്കും. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം.